ഇനി സന്ദീപ് പൊക്കോ, ഞാൻ നോക്കിക്കോളാം. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ ഇരുന്ന് കഷ്ടപ്പെട്ടതല്ലേ, പോയൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വിശ്രമിക്കാൻ നോക്ക്. അതേട്ടാ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എല്ലാവരും കൂടെ ഉണ്ട്. എത്രയും പെട്ടെന്ന് പഴയ ലൈഫിലേക്ക് തിരിച്ചു വരും. ഞാൻ പറയുന്നത് നന്ദേട്ടൻ കേൾക്കുന്നുണ്ടോ? അവന്തികേടത്തി, നന്ദേട്ടൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവന്തികേടത്തിക്ക് നല്ല കരുതലുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇന്നുവരെ ഇങ്ങനൊരു അവസ്ഥയിൽ നന്ദേട്ടൻ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാവും പകലും വേണമെങ്കിൽ ഞാൻ നന്ദേട്ടൻ്റെ കൂടെ ഇരുന്നോളാം. നന്ദേട്ടൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരാതെ ഞാൻ നോക്കാം. സന്ദീപിന്റെ ഉള്ളിലെ വിഷമം എനിക്കറിയാം. ഒന്നും പേടിക്കണ്ട. നന്ദേട്ടന്റെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവും വരില്ല. ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സന്ദീപും മറ്റെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പം നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. എത്ര ദിവസങ്ങളായി ഏട്ടന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഇങ്ങനൊരു അനിയനെ കിട്ടിയത് ഏട്ടൻ്റെ ഭാഗ്യ. ഇനിയില്ല, ഞാൻ നോക്കിക്കോളാം. സന്ദീപ് ചെല്ലേ. അനിയന് ഇയാളോടുള്ള സ്നേഹം കണ്ടില്ലേ? ഇതുവരെ താനിങ്ങനെ കിടന്നിട്ടില്ല പോലും. തന്നെ ഇങ്ങനെ കിടത്തിയത് ഞാനാണെന്ന് അവനറിയില്ലല്ലോ. ഇന്നു മുതൽ ഈ മുറി തന്റെ തടവറയാ. താൻ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? തനിക്ക് ഞാനിപ്പോ ദയാവധം വിധിച്ചിരിക്കുക. ഞാനാണ് ഈ ജയിലിന്റെ അധികാരി. നരകയാതന എന്താന്ന് ഇന്നു മുതൽ താൻ അനുഭവിക്കാൻ പോവാ. ക്ഷേമം അന്വേഷിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ നല്ല ഒന്നാന്തര അഭിനയം കാഴ്ചവെക്കും. ഭർത്താവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഭാര്യ ലോകത്ത് വേറെ ഇല്ലെന്ന് അവർക്ക് തോന്നും. ഇല്ലെങ്കിൽ തോന്നിപ്പിക്കും ഞാൻ. ഞാൻ നന്ദേട്ടന്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങായിരുന്നു. എന്നാ അത് കഴിയട്ടെ, അച്ഛൻ പിന്നെ വരാം. അയ്യോ സാരമില്ല, അച്ഛൻ വന്നോളൂ. നന്ദേട്ടൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല. നന്ദേട്ടന്റെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. എല്ലാം സഹിക്കാൻ ദൈവം മോൾക്ക് ശക്തി തരട്ടെ. അല്ലാതെ അച്ഛൻ എന്തു പറയാനാ? ഇവളെ പോലൊരു ഭാര്യയെ കിട്ടിയത് മോന്റെ ഭാഗ്യ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മോള് മറന്നു എന്ന് അച്ഛനറിയാം. എങ്കിലും അച്ഛൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുക, നന്ദന്റെ കാര്യത്തിൽ ഒരു കുറവും വരരുത്. ഈ അവസ്ഥയിൽ മോള് ചെയ്യുന്നത് ഒരു വലിയ ത്യാഗമാണെന്ന് അച്ഛനറിയാം. അതിന് മോള് പറയുന്നത് എന്തു അച്ഛൻ ചെയ്യും. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞതല്ലേ. ഇതൊക്കെ എന്റെ കടമയാ. മോള് സഹായിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ഹോം നഴ്സിനെ നിർത്താം. എന്തിനാ ഹോം നഴ്സിനെ നിർത്തുന്നേ?
നന്ദേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ലെങ്കിൽ ആതിരയും സ്നേഹയും അനഘയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്ത് സഹായത്തിനും അവരെല്ലാവരും വരുമല്ലോ. അവരുടെ ഒന്നും ഒരു സഹായം ആവശ്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് അവരുടേതായ ജോലികളുണ്ടല്ലോ. അവരൊക്കെ മറ്റു കാര്യങ്ങൾ നോക്കട്ടെ. നന്ദേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ നന്ദേട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല മോളെ. അതാണ് അച്ഛന്റെ ഏറ്റവും വലിയ സമാധാനം. അച്ഛൻ പോയി വിശ്രമിക്ക. ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കും. നന്ദേട്ടന്റെ അസുഖം ഭേദാവുന്നതുവരെ ഈ മുറിയും വീടും വിട്ട് ഞാൻ മറ്റൊരിടത്തേക്കും പോകുന്നില്ല.